നമസ്കാരം. ഡയാലിസിസിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ട്രിവാൻഡ്രം SP മെഡിഫോർഡ് ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗത്തിൽ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ശബരിനാഥ് നമുക്കൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ, ഈ വൃക്ക രോഗമുള്ളവരെല്ലാം ഡയാലിസിസിന് വിധേയരാകേണ്ടതുണ്ടോ? വൃക്കരോഗങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ആകസ്മികമായി ഉണ്ടാകുന്ന വൃക്കരോഗങ്ങൾ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, പിന്നീടുള്ളത് സ്ഥായിയായ വൃക്കരോഗങ്ങൾ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ്. ആകസ്മികമായി ഉണ്ടാകുന്ന വൃക്കരോഗങ്ങൾ അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിൽ നമ്മൾ ഡയാലിസിസ് എല്ലാ രോഗികൾക്കും ആവശ്യമായി വരില്ല. അത് പ്രധാനമായും ഉണ്ടാകുന്നത് അണുബാധ ഉണ്ടാകുമ്പോൾ, ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം, അതുകൊണ്ടൊക്കെയാണ് ആകസ്മികമായ വൃക്കരോഗം ഉണ്ടാകുന്നത്. അപ്പോൾ അവരിൽ എല്ലാവർക്കും നമ്മൾ ഡയാലിസിസ് അഡ്വൈസ് ചെയ്യില്ല. ഡയാലിസിസ് വേണ്ടത് ശരീരത്തിലെ വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തിൽ പൊട്ടാസ്യം, ആസിഡിൻ്റെ അളവ് ഇവയൊക്കെ കൂടുമ്പോൾ നമ്മൾ ഡയാലിസിസ് അഡ്വൈസ് ചെയ്യും. മിക്ക രോഗികളും ഡയാലിസിസ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകും. ഇനി സ്ഥായിയായ രോഗത്തെ നമുക്ക്, അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസിനെ നമുക്ക് 5 സ്റ്റേജായി തരംതിരിക്കാം. ഇതിൽ 5ാമത്തെ സ്റ്റേജിൽ രോഗി എത്തുമ്പോൾ, രോഗിക്ക് രോഗലക്ഷണങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ഡയാലിസിസിനെ പറ്റി ചിന്തിക്കുകയുള്ളൂ. ഡോക്ടർ, ഈ ഡയാലിസിസ് ചികിത്സയ്ക്ക് എന്തെങ്കിലും തരം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഡയാലിസിസ് ചികിത്സയെ സംബന്ധിച്ചോളം രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ എന്ന് തന്നെ നമുക്കതിനെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രോണിക് കിഡ്നി ഡിസീസിൽ നമ്മൾ രോഗിയുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചികിത്സയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഡയാലിസിസ് നമുക്ക് 100% സങ്കീർണതകളില്ലാത്ത ചികിത്സ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഡയാലിസിസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗിക്ക് BP കുറഞ്ഞു പോകാനും, ഹൃദയ താളത്തിൽ വ്യത്യാസം വരാനും, പെട്ടെന്ന് തന്നെ ഒരു കാർഡിയാക് അറസ്റ്റൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എങ്കിൽ തന്നെ ഇപ്പോൾ നൂതനമായ ഡയാലിസിസ് സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് മോണിറ്ററിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഡയാലിസിസ് യൂണിറ്റുകളിലൊക്കെ ഇതൊക്കെ നമുക്ക് തടഞ്ഞ്, അല്ലെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഡോക്ടർ, അപ്പം നമുക്ക് ഈ ചികിത്സ ചെയ്താൽ രോഗമുക്തി സാധ്യതമാണോ? ഡയാലിസിസിനെ സംബന്ധിച്ചോളം നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് രോഗമുക്തി നൽകുന്ന ഒരു ചികിത്സയല്ല ഡയാലിസിസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിലെ ആകസ്മികമായ രോഗത്തിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ രോഗി ആ രോഗത്തിൽ നിന്നും മുക്തമാകുന്നത് വരെ നമ്മൾ ഡയാലിസിസ് ചെയ്യും. രോഗമുക്തി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയാലിസിസ് നിർത്തും. എന്നാൽ ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ രോഗങ്ങളിൽ ഡയാലിസിസ് ഒരിക്കൽ തുടങ്ങിയാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗികൾക്കും തന്നെ അത് തുടർന്ന് പോകേണ്ടതായിട്ട് വരും. ഡോക്ടർ, നമുക്കപ്പോൾ ഡയാലിസിസ് ആണോ അതോ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആയിരിക്കും കൂടുതൽ ഫലപ്രദം? വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മൾ എപ്പോഴും സ്ഥായിയായ വൃക്കരോഗമുള്ളവരിലാണ് കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥായിയായ രോഗമുള്ളവർക്ക് രോഗമുക്തി കിട്ടണമെങ്കിൽ അവർക്ക് ഒരു വിജയകരമായ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം. എന്നാൽ ഡയാലിസിസിനെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസ് ഒരു മെയിൻ്റനൻസ് തെറാപ്പി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് രോഗിയുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ചികിത്സ എന്നതിലുപരി അതൊരു രോഗമുക്തി നൽകുന്നില്ല. ഡോക്ടർ, ഡയാലിസിസ് ചികിത്സയിലെ എന്തെല്ലാം നൂതന സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാകുന്നത്? നമ്മൾ പണ്ട് മുതലേ തുടർന്ന് പോന്നിരുന്ന കൺവെൻഷണൽ ഡയാലിസിസ് നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാണ്. ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സ ലഭ്യമാണ്. പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സയ്ക്കും ഉള്ള സൗകര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നൂതനമായി ഉള്ളൊരു സംവിധാനമാണ് ഹീമോ ഡയാഫിൽട്രേഷൻ എന്ന് പറയുന്ന പുതിയ തരം ഡയാലിസിസ്. അതും നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാണ്. അതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, രോഗിയിൽ നിന്നും കൂടുതൽ വിഷവസ്തുക്കൾ, കൂടുതൽ വെയിറ്റ് ഉള്ള വിഷവസ്തുക്കളൊക്കെ നമുക്ക് വെളിയിലേക്ക് റിമൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ പുതിയ മെത്തേഡിൽ. അതുകൂടാതെ ഞാൻ മുമ്പേ പറഞ്ഞ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, ആകസ്മികമായി ഉണ്ടാകാവുന്ന കിഡ്നി പ്രോബ്ലംസ്, അതിന് ഇപ്പോൾ അങ്ങനെയുള്ള രോഗിക്ക് ഇപ്പോൾ ശരീരത്തിലെ BP ഒക്കെ കുറയുകയാണെങ്കിൽ സാധാരണ ഡയാലിസിസ് സാധ്യമല്ലാതെ വരും. അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് BP കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ എടുക്കാനായിട്ടുള്ള സംവിധാനമാണ് CRRT എന്ന് പറയുന്ന സംവിധാനം. ആ സംവിധാനവും നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാണ്. ആ CRRT എന്ന് പറയുമ്പോൾ തുടർച്ചയായി 24 മണിക്കൂർ 48 മണിക്കൂർ നമുക്ക് രോഗിക്ക് ഡയാലിസിസ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ആ ഒരു സംവിധാനവും നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാണ്. SP Mediford, you first, always.